നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? സമീപകാലത്ത് പുറത്തു വന്ന പല വാർത്തകളും കേൾക്കുമ്പോൾ മുതിർന്നവർ പതിവായി ചോദിക്കുന്ന കാര്യമാണിത്. കൗമാരക്കാരും യുവാക്കളും നിസ്സാര കാരണങ്ങൾക്ക് പോലും ജീവനെടുക്കുന്നു. പ്രണയം തകർന്നാലോ വിവാഹം മുടങ്ങിയാലോ ആത്മഹത്യയോ കൊലപാതകമാണോ പരിഹാരം? പോയ വാരത്തിൽ ഇത്തരം പല ആത്മഹത്യകളും കേരളം കണ്ടു. പത്തനംതിട്ടയിൽ പെൺസുഹൃത്തിന് വീഡിയോ കോൾ ചെയ്ത ശേഷം 21കാരൻ ആത്മഹത്യ ചെയ്തതും, തിരുവനന്തപുരം നെടുമങ്ങാട് പ്രതിശ്രുത വരനോടുള്ള അഭിപ്രായ വ്യത്യാസം മൂലം 19കാരി ജീവനൊടുക്കിയതുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പ്രണയ പ്രതികാരം മാത്രമല്ല, പ്രണയ നൈരാശ്യവും പലരുടെയും ജീവിതം തകർക്കും. പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവ് തൂങ്ങിമരിച്ചത് പെൺസുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത് അറിയിച്ച ശേഷമാണ്. തിരുമൂലപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കുമളി സ്വദേശി അഭിജിത്താണ് ജീവനൊടുക്കിയത്. സഹപാഠികളായ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്നും പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നുമാണ് പോലീസിന്റെ നിഗമനം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അഭിജിത്ത് സുഹൃത്തായ പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത് താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. പെൺകുട്ടി ഉടൻ തന്നെ അഭിജിത്ത് താമസിക്കുന്ന വാടക വീട്ടിലെത്തിയെങ്കിലും യുവാവ് മരിച്ചു കഴിഞ്ഞിരുന്നു. 21കാരനായ അഭിജിത്ത് തിരുവല്ല തിരുമൂലപുരത്തെ വാടക വീട്ടിൽ താമസിച്ചാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജർമ്മൻ ഭാഷാ പഠനം നടത്തിയിരുന്നത്. അവധിക്ക് നാട്ടിൽ പോയ ശേഷം മടങ്ങിയെത്തിയ ദിവസം തന്നെയാണ് അഭിജിത്ത് ജീവനൊടുക്കിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി നമിതയെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വഞ്ചിവത്തുള്ള വാടക വീട്ടിലെ അടുക്കളയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് കുറച്ചു സമയം മുമ്പ് പ്രതിശ്രുത വരൻ സന്ദീപ് വീട്ടിലെത്തുകയും പെൺകുട്ടിയുമായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. മടങ്ങിപ്പോയ ശേഷം ഫോണിൽ വിളിച്ചെങ്കിലും നമിത ഫോൺ എടുത്തില്ല. തുടർന്ന് തിരികെ എത്തിയപ്പോൾ നമിതയെ അടുക്കളയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെന്നാണ് സന്ദീപ് പോലീസിന് നൽകിയ മൊഴി. നെടുമങ്ങാട് ITI 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു നമിത. 2 വർഷം മുമ്പാണ് നമിതയുടെയും സന്ദീപിന്റെയും വിവാഹ നിശ്ചയം നടന്നത്. ഇരുവരും പ്രണയത്തിലായിരുന്നു. നമിത മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫോണിൽ സന്ദീപ് കണ്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. മലപ്പുറം മമ്പാട് +2 വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ചതും ചെറിയ ചില പ്രശ്നങ്ങളുടെ പേരിലാണ്. മമ്പാട് സ്വദേശിനി ഫാത്തിമ ഫിദയാണ് തിങ്കളാഴ്ച ജീവനൊടുക്കിയത്. മമ്പാട് MES സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമം ഏറെ വിവാദമുയർത്തിയിരുന്നു. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വൈകി ഹോസ്റ്റലിൽ വന്നതിലുള്ള വിരോധം കാരണം വാർഡൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതിലുള്ള മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് FIRൽ പറയുന്നു. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ വാർഡനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരുന്നു. വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ കാരണം വാർഡന്റെ മാനസിക പീഡനമാണെന്നാണ് സഹപാഠികളുടെ മൊഴി. സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ വാർഡനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. വിദ്യാർത്ഥികൾ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന് ശാശ്വത പരിഹാരം? സ്കൂൾ തലം മുതൽ ആത്മഹത്യക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയും മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കരുത്തുറ്റ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പേരന്റിംഗ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. എന്തും ഏതും അപ്പോൾ തന്നെ നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റി അവർക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് അവർക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വരുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം എന്നുള്ള തലത്തിൽ ചിന്താശേഷി വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു തരം പേരന്റിംഗ് അനിവാര്യമാണ്. അതുപോലെ തന്നെ തോൽവിയെ എങ്ങനെ മറികടക്കാം, ഒരു നോ വരുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കുഞ്ഞു നാളിൽ മുതൽ തന്നെ അവർക്ക് ആ രീതിയിൽ വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മാനസികാരോഗ്യ സാക്ഷരത അത് വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അത് LKG തലത്തിൽ 3 വയസ്സ് മുതൽ തന്നെ അത് തുടങ്ങേണ്ടതും ആവശ്യമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.